ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിഷ. എല്ലാവർക്കും നിഷ എജു ബേക്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സാലഡ് കിഡ്നി ബീൻസ് സാലഡാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് കിഡ്നി ബീൻസ് സോക്ക് ചെയ്ത് ബോയിൽ ചെയ്തെടുത്തേക്കുന്നതാണ്. അതിലേക്കൊരു 1/4 കപ്പ് കുക്കുംബറും 1/4 കപ്പ് ടൊമാറ്റോയും 1/4 കപ്പ് ഗ്രീൻ ക്യാപ്സിക്കവും 1/4 കപ്പ് മുന്തിരിങ്ങ അരിഞ്ഞതും അതുപോലെ തന്നെ ഒരു ചെറിയ സവോളയും കൂടെ ചേർത്ത് മാറ്റി വെക്കുകയാണ് കേട്ടോ. ഇനി ഇതിന് വേണ്ട ഡ്രസ്സിങ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ വീതം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും, അതിലേക്ക് കുറച്ച് കൊറിയാണ്ടർ ലീവ്സും, പിന്നെ 3 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. അതുകൂടാതെ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മസ്റ്റർഡ് സോസും കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് നമുക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഞാൻ 1/4 ടീസ്പൂൺ വീതം ചാട്ട് മസാലയും കുരുമുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ലെമണിൻ്റെ ജ്യൂസും കൂടെ വേണം കേട്ടോ. ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൂട്ടി യോജിപ്പിച്ചെടുക്കണം കേട്ടോ. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന സാലഡിലേക്ക് ഈ സോസ് ഒഴിച്ച് കൊടുത്ത് ഒന്ന് നന്നായിട്ട് കൂട്ടി യോജിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഡെലീഷ്യസ് ആയിട്ടുള്ള ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള കിഡ്നി ബീൻസ് സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ എളുപ്പമല്ലേ ഉണ്ടാക്കാൻ. അപ്പം നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ഒന്ന് ഫോളോ ചെയ്യണം കേട്ടോ. ഇനി ഇത് മാത്രമല്ല, ഇത് നന്നായിട്ട് കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് ടേസ്റ്റ്, നല്ല അടിപൊളി ടേസ്റ്റ് കിട്ടാനായിട്ട് ഞാൻ കുറച്ച് ചീസ് ഫ്ലേക്കും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത് സാധാരണ ചീസ് മേടിച്ച് ജസ്റ്റ് ഒന്ന് ഫ്ലേക്ക് ചെയ്ത് ചേർക്കുന്നതാണ്. അപ്പം വളരെ ടേസ്റ്റിയുമാണ്, ന്യൂട്രീഷ്യസുമാണ്. അപ്പോൾ കണ്ടില്ലേ, ഇത് എത്ര എളുപ്പമാണ് ഉണ്ടാക്കാൻ. നിങ്ങളെല്ലാവരും ഇത് വീട്ടിലൊന്നും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ എൻ്റെ യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും വേണം. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും നന്ദി. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. ബൈ.